സർക്കാരിനെതിരെ ആഞ്ഞടിച്ച രാജീവ് ചന്ദ്രശേഖർ. ആശാവർക്കർമാർക്ക് 100 രൂപ അധികമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തനെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. ഭക്തരോടുള്ള സെക്യൂരിറ്റി ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് ആരോപണം. വെണ്ടൂർ സ്വദേശി കല്ലുക്കാരൻ ഹെൻറി മകൾ ഒലിവിയ ആണ് മരിച്ചത്. ദേശീയപാത ചാലക്കുടിയിൽ ഗതാഗത കുരുക്ക്. കളക്ടർ വിളിച്ചു ചേർത്ത യോഗം നാളെ. സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമിന് 9,000 കടന്നു. പവന് 72,120 രൂപ. എടവിലങ്ങിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാൻ ഒരുക്കിയ ഗ്രൌണ്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. ഫുട്ബോൾ മൈതാനിയിലെ ഗോൾ പോസ്റ്റുകൾ നശിപ്പിച്ചു. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 1936 ജനനം. വൈദികനായത് 56 വർഷം മുമ്പ്. 2001 കർദിനാളായി. കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയുമാണ്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച രാജീവ് ചന്ദ്രശേഖർ. ആശാവർക്കർമാർക്ക് 100 രൂപ അധികമായി നൽകാൻ തയ്യാറാകാത്ത സർക്കാർ വാർഷികാഘോഷത്തിന് കോടികളാണ് മാറ്റിവച്ചിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസിത കേരള കൺവെൻഷൻ പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പത്തെ ജനങ്ങൾ കിടപ്പാടത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് സംസ്ഥാനത്തെ ആദ്യ വികസിത കൺവെൻഷൻ ബിജെപി തൃശൂരിൽ സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഭരണമടക്കം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺവെൻഷൻ ചേർന്നത്. ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ബിജെപി നേതാക്കളായ കെ വി ശ്രീധരൻ, എം ടി രമേശ്, ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് കെ ആർ ഹരി, കെ കെ അനീഷ് കുമാർ, വിൻഷി അരുൺകുമാർ, എം എസ് സമ്പൂർണ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തനെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. വിവാഹ മണ്ഡപത്തിനടുത്ത് 3 സെക്യൂരിറ്റിക്കാർ ചേർന്നാണ് ഭക്തരോട് തട്ടിക്കയറിയത്. സെക്യൂരിറ്റി ജീവനക്കാർ ഒരു ഭക്തന്റെ കൈ 2 പുറകിലേക്ക് പിടിച്ചു വച്ചിരിക്കുന്നതും മറ്റൊരു ഭക്തനെ ഷർട്ടിൽ പിടിച്ചു വലിക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ്. ക്യൂ നിൽക്കുന്നത് ചോദിക്കാൻ ചെന്ന ഭക്തർക്ക് നേരെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ക്രൂരമർദ്ദനമെന്ന അടിക്കുറിപ്പോടെയാണ് ഇന്ന് രാവിലെ മുതൽ ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ദേവസ്വത്തിനോ പോലീസിനോ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല. ഭക്തരോടുള്ള സെക്യൂരിറ്റി ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. ആമ്പലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. വെണ്ടൂർ അളഗപ്പ ഗ്രൌണ്ടിന് സമീപം കല്ലുക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയ ആണ് മരിച്ചത്. ശനിയാഴ്ച വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ഹെൻറിയെ കൊണ്ടുവരാൻ പോയതാണ് ഒലിവിയ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഹെൻറിയും ഭാര്യയും അമ്മയും ഒലിവിയയും അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഇതോടെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒലിവിയയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഇവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയതും അവശയായതുകൊണ്ട് ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പിന്നെയും വഷളായി. ഇതോടെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത ചാലക്കുടിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർക്കുന്ന യോഗം നാളെ നടക്കും. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലാണ് യോഗം. ദേശീയപാത അതോറിറ്റി അധികൃതരും കരാർ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയ്ക്ക് സൌകര്യമില്ലെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് താക്കീത് നൽകിയിരുന്നു. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് ടോൾ പിരിവ് നിർത്തലാക്കാനായി ഇറക്കിയ ഉത്തരവ് കളക്ടർ താൽക്കാലികമായി മരവിപ്പിച്ചത്. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര ഭാഗങ്ങളാണ് വാഹന ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്നത്.
സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. പവന് 760 രൂപ വർദ്ധിച്ച് 72,120 രൂപയായി. 1 ഗ്രാമിന് 95 രൂപ കൂടി 9,015 രൂപയുമായി. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിൽ മുതലിറക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ്. എടവിലങ്ങിൽ യുവാക്കൾ ഒരുക്കിയ കളിക്കളത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. ഫുട്ബോൾ മൈതാനിയിലെ ഗോൾ പോസ്റ്റുകൾ നശിപ്പിച്ചു. എടവിലങ്ങ് ബേബി ഗിരിജ റോഡിന് സമീപം സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ സ്ഥലത്താണ് പ്രദേശത്തെ യുവാക്കൾ കളിസ്ഥലം ഒരുക്കിയിരുന്നത്. ഫുട്ബോൾ കളിക്കുന്നതിനായി ഇവിടെ തയ്യാറാക്കിയിരുന്ന മുള കൊണ്ടുള്ള ഗോൾ പോസ്റ്റുകൾ അടിച്ചു തകർക്കുകയും മോഷ്ടിക്കുകയുമായിരുന്നു. പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നവരും കച്ചവടക്കാരും തമ്പടിക്കുന്നത് പതിവാണെന്നും ലഹരിക്കെതിരെ കായിക വിനോദങ്ങൾ പ്രചരിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ കളിക്കളം നശിപ്പിച്ചത് ലഹരി സംഘമാണെന്നും എടവിലങ്ങ് സൗഹൃദ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഷഫീഖ് ദാദ, അഡ്വക്കേറ്റ് നിയമത്ത് എന്നിവർ ആരോപിച്ചു. ഒരു ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ഒരു പറമ്പ് കളിക്കാനുള്ള സ്ഥലം പിള്ളേർക്ക് വേണ്ടി നൽകുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് വരികയായിരുന്നു. ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലം, ഈ കളിസ്ഥലം നമുക്ക് നൽകിയത് നമ്മുടെ ഒരു സുഹൃത്താണ്. അതിന് പേരിൽ നമ്മളെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി ഇന്നലെ പോസ്റ്റ് ഇടുകയും എല്ലാം ചെയ്ത് ക്ലീനാക്കി പറമ്പെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇന്നലെ ഞങ്ങൾ കണ്ടത്. ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ പറമ്പിൽ ഞങ്ങൾ ഇട്ടിരുന്ന പോസ്റ്റും ഒന്നും തന്നെ കാണാനില്ല. ഏനാമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കൊമ്പൻ കരുവന്തല ഗണപതി ചെരിഞ്ഞു. ഇന്ന് രാവിലെയാണ് ചെരിഞ്ഞത്. 26 വയസ്സ് പ്രായമുള്ള കൊമ്പൻ ഗണപതി ഉദരസംബന്ധമായ അസുഖവും വിറയലും മൂലം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു ഗണപതി. 2012 ഒറ്റപ്പാലത്ത് നിന്നാണ് ആനയെ കൊണ്ടുവന്നത്. കഴിഞ്ഞ വിഷുവിനോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു. സോഷ്യൽ ഫോറസ്ട്രി തൃശൂർ ഡിവിഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VGP വർഗീസിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മലയാറ്റൂരിൽ ആനയുടെ സംസ്കാരം നടത്തും. ധാരാളം ആരാധകരുള്ള ഗണപതിയെ അവസാനമായി കാണാൻ നിരവധി ആനപ്രേമികളാണ് കരുവന്തലയിൽ എത്തിയത്. മാള പോലീസ് ക്വാർട്ടേഴ്സ് സ്ഥലത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്ന ആവശ്യവുമായി അയൽവാസിയുടെ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക്. ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന OK ബെന്നിയാണ് റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി കാത്തിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് മാള പോലീസ് SHOയുടെ പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടാകാതായപ്പോഴാണ് ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചത്. അപകടാവസ്ഥയിലായ മരം വെട്ടിനീക്കണമെന്ന പരാതി വനം വകുപ്പിനും പഞ്ചായത്തിനും കൈമാറിയതിനായുള്ള മറുപടി മാത്രമാണ് 10 ദിവസം മുമ്പ് ലഭിച്ചതെന്ന് ബെന്നി പറഞ്ഞു. ബെന്നിയുടെ വീട്ടിലേക്കുള്ള വഴിയോട് ചേർന്നുള്ള പ്ലാവാണ് അപകടാവസ്ഥയിലുള്ളത്. മഴക്കാലമാകുന്നതോടെ കൂടുതൽ അപകടാവസ്ഥയിലാകുമെന്ന ഭീതിയിലാണ് പരാതി നൽകിയത്. കൂടാതെ കാടുകയറി കിടക്കുന്ന സ്ഥലത്ത് കുറുനരികളും മരപ്പട്ടികളും ഏറെയാണുള്ളത്. പരിസരങ്ങളിൽ പാമ്പുകളുടെയും ശല്യം രൂക്ഷമാണ്. ക്വാർട്ടേഴ്സിന്റെ 1 ഏക്കർ സ്ഥലം ഉപയോഗശൂന്യമായി കാടുകയറി കിടക്കുകയാണ്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിനാൽ താമസത്തിനുള്ള ഒരു കെട്ടിടം മാത്രമാണുള്ളത്. കാറ്റും മഴയ്ക്കും ഇത് വലിയൊരു വിപത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഈ മരങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണങ്ങി നിൽക്കുന്നത്. കൂടാതെ ഈ പോലീസ് ക്വാർട്ടേഴ്സ് മൊത്തത്തിൽ കാട് പിടിച്ച് ഇവിടെ ഈ തെരുവ് നായ്ക്കളും മറ്റ് പാമ്പും മറ്റ് മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഈ പരിസരവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയെല്ലാം വലിയ ശല്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ മരങ്ങൾ വെട്ടി തന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുന്നത് വൈകും. കൃത്യമായ തെളിവുകൾ ലഭിച്ച ശേഷം മാത്രം ചോദ്യം ചെയ്യാമെന്ന നിലപാടിലാണ് പോലീസ്. കേസിൽ ധൃതി പിടിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പിന്നീട് കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കേസിൽ ഷൈനിന്റെ ഫോണിൽ നിന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ചെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇവ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ഷൈനിന്റെ ലഹരി പരിശോധനാ ഫലമടക്കം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമയ്ക്ക് പുറത്ത് നിയമ നടപടിയുമായി മുന്നോട്ടില്ലെന്ന് നടി വിൻഷി അലോഷ്യസ്. സിനിമയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കണമെന്നാണ് തന്റെ നിലപാട്. ഫിലിം ചേംബറിനും ഇന്റേണൽ കംപ്ലയിന്റ് അതോറിറ്റിക്കും നൽകിയ പരാതി പിൻവലിക്കില്ലെന്നും അതുമായി മുന്നോട്ടു പോകുമെന്നും വിൻഷി പറഞ്ഞു.
ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഫുട്ബോൾ മത്സരം സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ CR7 മരത്തംകോട് വിജയികളായി. വിജയികൾക്കുള്ള സമ്മാനദാനം കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ നിർവഹിച്ചു. സബ് കമ്മിറ്റി ചെയർമാൻ KA ഫരീദ് അലി, മേജർ KP ജോസഫ്, കൺവീനർ അക്ബർ അലി, ഇടം സെക്രട്ടറി KP ജയൻ, K വിജയൻ മാസ്റ്റർ, KR രാധിക, ഉഷാദേവി എന്നിവർ പങ്കെടുത്തു. മികച്ച കഥകളും നോവലുകളും വായനയുടെ വസന്തം തീർക്കുന്ന അത്യപൂർവ കാലത്തിലൂടെയാണ് മലയാള വായനാ സമൂഹം കടന്നുപോകുന്നതെന്ന് എഴുത്തുകാരൻ SK വസന്തൻ പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച സമകാലീന നോവൽ സാഹിത്യ സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനക്കാർക്കിടയിലെ ജനപ്രിയതയുടെ മറവിൽ എന്തും വലിച്ചുനീട്ടി എഴുതാനുള്ള മാധ്യമമായി നോവൽ കഥാസാഹിത്യം മാറാതിരിക്കാൻ എഴുത്തുകാരും വായനാ സമൂഹവും അതീവ ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ E സന്തോഷ് കുമാർ, CS ചന്ദ്രിക, ഡോക്ടർ ആനന്ദൻ, സുനിത വിൽസൺ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ക്ഷേമസമിതി ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ഏരിയാതല സെമിനാറും പഠന ക്ലാസും സംഘടിപ്പിച്ചു. PKA സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ഉപവർഗീകരണവും സുപ്രീംകോടതി വിധിയും പ്രത്യാഘാതങ്ങളും PKS നിലപാടും സംബന്ധിച്ച വിഷയത്തിൽ PKS ജില്ലാ കമ്മിറ്റി അംഗം PK മോഹനൻ ക്ലാസ് എടുത്തു. PKS ഏരിയ സെക്രട്ടറി CD സിജിത്ത്, ഏരിയ പ്രസിഡന്റ് AV ഷൈൻ, PK മനു മോഹൻ, വത്സല ബാബു, KG മോഹനൻ, KV മദനൻ, TV ലത എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ മദ്യനയത്തിൽ കള്ളുചുത്ത് വ്യവസായത്തിന് എന്തെങ്കിലും പ്രയോജനമോ സംരക്ഷണമോ കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പരമ്പരാഗത കള്ളുചുത്ത് വ്യവസായം തകർക്കുന്ന സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് മാള ചാലക്കുടി റേഞ്ച് ചെത്ത് മദ്യ വ്യവസായ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാള എക്സൈസ് റേഞ്ച് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ മദ്യ വിൽപ്പനശാലകൾക്ക് 100 കള്ളുഷാപ്പുകൾക്ക് 400 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടിയും നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്ന സർക്കാർ നിലവിലുള്ള പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കാൻ തയ്യാറാകണം. കള്ളുചെത്ത് വ്യവസായ മേഖലയിൽ ഇതിനകം നിരവധി തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ മാള ചാലക്കുടി റേഞ്ച് പ്രസിഡന്റ് KV വസന്ത് കുമാർ അധ്യക്ഷനായി. AV ഉണ്ണികൃഷ്ണൻ, KV സുജിത് ലാൽ, KM ലെനിൻ, MV അനിലൻ, VM ചന്ദ്രബോസ്, CN സുധാർജനൻ, AP വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് കാണിയാമ്പലിൽ പന്നിവേട്ടക്കാരനെ പന്നികൾ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. മുകേഷിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പന്നിവേട്ടയ്ക്കിടെ വെടികൊണ്ട പന്നിയെ നോക്കാൻ പോയ സമയത്ത് കൂട്ടമായി എത്തിയ പന്നിക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ മുകേഷിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സോപാനം സംഗീത വിദ്യാലയത്തിന്റെ 16ാമത് സംഗീതരത്ന പുരസ്കാരത്തിന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 11 കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ നടക്കുന്ന ചടങ്ങിൽ സംഗീതജ്ഞൻ കൂടിയായ ADGP S ശ്രീജിത്ത് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സോപാനം ഉണ്ണികൃഷ്ണൻ, പ്രൊഫസർ ഡോക്ടർ K കേശവൻ നമ്പൂതിരി, VI അഷ്റഫ്, ബക്കർ മേത്തല, സുനിൽ പഴുപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല തീർത്തു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം SI സജീഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ RK ബേബി, KA കരീം, ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PN ദേവി, പ്രസാദ്, വാർഡ് മെമ്പർ PK സുകന്യ, മുഫ്തിക്കർ TS പ്രസീദ്, ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പള്ളായി, സെക്രട്ടറി വത്സരാജ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിലെ തീരദേശവാസികൾ അണിനിരന്നാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 23-ന് നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ഉൽപ്പന്ന സമർപ്പണം നടന്നു. അന്നദാനത്തിനുള്ള ഉൽപ്പന്നങ്ങളും സമ്പൂർണ്ണ നെയ് വിളക്കിനുള്ള നെയ് സമർപ്പണവുമാണ് നടന്നത്. ക്ഷേത്ര മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ഭദ്രദീപം കൊളുത്തിയതിനു ശേഷം ക്ഷേത്രം ഊരാളൻ പാർവതി വലിയമ്മ അരിപ്പറ ചൊരിഞ്ഞു. പിന്നീട് ഭക്തർ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ ക്ഷേത്രനടയിൽ സമർപ്പിച്ചു. ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ്, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ വി ശ്രീധരൻ, പി ആർ സുരേഷ് കുമാർ, പി ജി രവീന്ദ്രൻ, സി ജയേഷ് കുമാർ, കെ ആർ രമേശ്, വി സുരേഷ് കുമാർ, ശശി ഇരുമ്പശ്ശേരി, പി രാജൻ, രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ ദശദിന ക്യാമ്പിന് തുടക്കമായി. വടക്കാഞ്ചേരി SI PV സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അദ്ദേഹം ലഹരിവിരുദ്ധ ക്ലാസ് നൽകി. സാംസ്കാരിക വേദി പ്രസിഡന്റ് സുധി പന്തക്കൽ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ, NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത്, സ്കൂൾ മാനേജർ കെ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. രഞ്ജിത്ത് പണിക്കർ, കളരിക്കൽ സിജോ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പ് മെയ് 1-ന് സമാപിക്കും. ഈ മാസം 28, 29 തീയതികളിലായി ഗുരുവായൂരിൽ നടക്കുന്ന റോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പതാക ഉയർത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M ജയപ്രകാശ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TS ബാബു, MT മായാദേവി, ഏരിയ കമ്മിറ്റി അംഗം ബബിത കാരക്കാട്, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ലോട്ടറി വിൽപ്പന മേഖലയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി CPM കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ കലാജാഥയ്ക്ക് തിപ്പലശ്ശേരിയിൽ തുടക്കമായി. തിപ്പലശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച ലഹരിവിരുദ്ധ കലാജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ അധ്യക്ഷത വഹിച്ചു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാരിക തുടങ്ങിയവർ സംസാരിച്ചു. TV തുറക്കുമ്പോഴും മണ്ണമ്പേട്ടയിൽ ബസ്സും സ്കൂട്ടറുകളും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ചാണ് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റത്. ചെങ്ങാലൂർ സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ ജോളി, മകൾ എബീന എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബസിന്റെ ചക്രങ്ങൾ സ്കൂട്ടറിലൂടെ കയറിയിറങ്ങി. സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരൻ പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ വരുന്നത് ബസ് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻപിൽ പോയ മറ്റൊരു സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ അമ്മയെയും മകളെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,015, പവന് 72,120. വെള്ളി ഗ്രാമിന് 109, പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച രാജീവ് ചന്ദ്രശേഖർ. ആശാ വർക്കർമാർക്ക് 100 രൂപ അധികമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തനെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. ഭക്തരോടുള്ള സെക്യൂരിറ്റി ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് ആരോപണം. വെണ്ടൂർ സ്വദേശി കല്ലുക്കാരൻ ഹെൻറി മകൾ ഒലിവിയ ആണ് മരിച്ചത്. ദേശീയപാത ചാലക്കുടിയിൽ ഗതാഗതക്കുരുക്ക്. കളക്ടർ വിളിച്ചു ചേർത്ത യോഗം നാളെ.
സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമിന് 9,000 കടന്നു. പവന് 72,120 രൂപ. എടവിലങ്ങിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാൻ ഒരുക്കിയ ഗ്രൗണ്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. ഫുട്ബോൾ മൈതാനിയിലെ ഗോൾ പോസ്റ്റുകൾ നശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.